മാങ്ങയൊക്കെ ഇതുപോലെ നമ്മുടെ പറമ്പിൽ തന്നെ മരത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാങ്ങയെല്ലാം ചില സമയത്ത് ഒരുമിച്ച് പഴുക്കും. അപ്പോൾ ഇതുപോലെ പഴുത്ത് കിട്ടിയാൽ കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊരു മടുപ്പായാൽ പിന്നെ നമ്മളത് ഇങ്ങനെ വെച്ച് ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ നമ്മളത് വെറുതെ ചീഞ്ഞ് കളയേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കൂടുതലായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മാങ്ങയുടെ പഴുപ്പ് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് തോലിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലൊരു ബോക്സിലാക്കി നമ്മൾ വെക്കുക കേട്ടോ. ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചാൽ മതിയാവും. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും അത് കേടുവരില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ജ്യൂസ് അടിക്കണം തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ പുറത്തെടുത്ത് വെക്കുമ്പോഴേക്കും തന്നെ നന്നായി മെൽട്ടായി വരും. അല്ലെങ്കിൽ ഒരു പുഡിംഗ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കണം, മാംഗോയുടെ കേക്ക് ഉണ്ടാക്കണം, മാംഗോ പുഡിംഗ് ഉണ്ടാക്കണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നെങ്കിലൊക്കെ ഇത് ഉപയോഗിക്കാം.